എത്ര സമയമായി? സഖാവേ, തമാശ എന്തായി? ഒന്നും ആയില്ല, നമുക്ക് പോവാം. ഓ, ഞാൻ പേടിച്ചു പോയി. അതാ സഖാവിനെ കൂട്ടി വന്നെ. സാക്ഷി പറഞ്ഞു. ഇല്ല, പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. നന്നായി. ഇതോടെ തീരണം അയാളുടെ ഭരണവും ബൂർഷാ സംരക്ഷണവും. മാഷ് ധൈര്യമായിട്ട് പൊയ്ക്കോ. ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയും ഉണ്ട് മാഷിന്റെ കൂടെ. ഞാനേ ആ SI ഇടിക്കുളയെ ഒന്ന് താക്കീത് ചെയ്തിട്ട് വരാം. നിങ്ങൾ വിട്ടോ. സഖാവേ, സൂക്ഷിക്കണം. SI ഇടിക്കുളാണ് പെശക, പിടിച്ചകത്തിടും. ഇടയ്ക്കിടയ്ക്ക് അകത്ത് കിടക്കുമ്പോഴാണ് ഒരു സഖാവ് യഥാർത്ഥ സഖാവാകുന്നത്. നിനക്ക് യഥാർത്ഥ സഖാവാണോ? ഏയ്, ഇപ്പൊ വേണ്ട. എന്നാ വാ. ഒളിക്കുന്ന നിങ്ങളുടെ കോട്ടയുടെ അസ്ഥിവാരം ഇളകി തുടങ്ങി എഴുത്തച്ഛ. അതിന്റെ ഭയം ഈ മുഖത്ത് എനിക്ക് കാണാം. പറമ്പിന്റെ തെക്ക് വശത്തേക്കുന്ന മാവിന് ലേശം വളം കൂടുതൽ ഇട്ടോ, പെട്ടെന്ന് ആവശ്യം വരും. ഇനി എല്ലാം പതിയെ തുറക്കും. ഓ സാർ, ഈ നമ്പറിലൊന്ന് വിളിക്കണം. സാർ സാർ അത് ഒന്ന് മിണ്ടാതിരിക്കണ്ട സാർ. അത് ഇത് പിടിക്കേ. അവര് മിണ്ടരുത്. അവര് ഫോൺ എടുക്കുമ്പോ ഇങ്ങോട്ട് തരിക. ഹലോ ഹലോ ഹലോ, SI സ്പീക്കിംഗ്. ഹലോ, വിളിച്ചത് ഇവിടുന്ന സാർ. ഹലോ സാർ, ഹലോ, ഇവിടുന്ന് അറിയാൻ പറഞ്ഞൂടെ സാർ? എന്നാ എന്നെ വായന പട്ടി പോലെ സാർ, സാർ തന്റെ ചെകിടി ഞാൻ അടിച്ചു മുടിക്കാൻ അവനോട് കിട്ടി. സാർ, ഈ ഫോണിൽ നിന്ന് അതിലേക്കാ സാർ വിളിച്ചത്. എന്താ? ഈ ഫോണിൽ നിന്ന് അതിലേക്കാ വിളിച്ചത്. അതിലേക്ക് വിളിച്ചത്? എടോ, അപ്പൊ ആദ്യം ഇങ്ങനെ പറഞ്ഞോളൂ തനിക്ക് വൃത്തിയിട്ടവനെ. ഓ, വെറുതെ അല്ല എന്നെ ആൾക്കാർ മാങ്ങണ്ടി മുറന്ന് വിളിക്കണേ. സേട്ടുവിന്റെ കടയിലെ മോഷണം നടന്നിട്ട് ഇതുവരെ കേസിന്റെ ഒരു തുമ്പുണ്ടാക്കാൻ സാധിക്കാത്തതിൽ ഞങ്ങളുടെ പാർട്ടിയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും പ്രതിഷേധം അറിയിക്കാനാണ് ഞാൻ വന്നത്. എവിടെ തുമ്പെവിടെ? തുമ്പ് മാത്രമായിട്ട് കാണണോ അതോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോണോ? അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മിസ്റ്റർ ഇടികുള. താങ്കൾ പറ്റുന്ന ശമ്പളം ഇവിടുത്തെ ജനങ്ങളുടേതാണ്. അതെങ്ങനെയാടോ ജനങ്ങളുടെ ശമ്പളം ഞാൻ പറ്റുന്നത്? ഞാൻ എന്റെ ശമ്പളല്ലേ വാങ്ങിക്കുന്നത്? ജനങ്ങളുടെ നികുതി പണം, അതാണ് ശമ്പളമായിട്ട് നിങ്ങൾ പറ്റുന്നത്. അതിന് സേട്ടുവിന്റെ കടയിലെ മോഷണ കേസിലെ പ്രതികളെ ഉടൻ നിങ്ങൾ പിടിക്കണം. ആര് പറഞ്ഞു പ്രതികളെ പിടിച്ചില്ലെന്ന്? മോഷണം നടന്നു എന്ന് അറിഞ്ഞ ഉടൻ ഞങ്ങൾ വലവീശി. ഏത് വലവീശി? വലവീശ നിങ്ങളെന്താ മീൻ പിടുത്തക്കാരനാണ്? എന്താ ഇളിക്കണ? എന്റെ കുടുംബത്തെ പറ്റി പറയുമ്പോ ഇളിക്കേ. എന്റെ അപ്പം വലവീശും ചിലപ്പോ ചൂണ്ടിയിടും. നിങ്ങൾ വലവീശിയോ ചൂണ്ടിടുകയോ മീൻ പിടിക്കുകയോ എന്തുവേണോ ആയിക്കോ, പക്ഷെ യഥാർത്ഥ പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. ഇത് ഞങ്ങൾ പോലീസുകാരുടെ ടെക്നിക്കാ. ഏത് കുറ്റകൃത്യം നടന്നാലും ഞങ്ങൾ അന്വേഷണം നടത്തും, പ്രതിയാകത്താക്കും. പ്രതിയാകത്താക്കിക്കോ, പക്ഷെ അത് യഥാർത്ഥ പ്രതി ആയിരിക്കണം. ഞങ്ങൾ പിടിച്ച പ്രതി യഥാർത്ഥ പ്രതിയാണോ അല്ലയോ എന്ന് തനിക്ക് എങ്ങനെ അറിയാം? താൻ കണ്ടിട്ടുണ്ടോ യഥാർത്ഥ പ്രതിയെ? അതില്ല. പിന്നെ എടോ, നാട്ടുകാരും രാഷ്ട്രീയക്കാരും പറയുന്ന പ്രതികളെ പിടിക്കാനല്ല ഞാൻ ഈ യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വലവീശി അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ എനിക്കൊന്ന് കാണണം, എവിടെ യഥാർത്ഥ പ്രതി? കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രതി എവിടെ? ഞാനൊന്ന് കാണട്ടെ. അത് അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോ കണ്ടാ മതി. എടോ, താൻ വലിയ നേതാവും സഖാവും ഒക്കെ അല്ലേ? ഇതാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ മാഷ്? അയാളോട് വന്ന് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടാൻ പറയും സാക്ഷിയായിട്ട്. വേർക്കണ്ട, വേർപ്പൊക്കെ മാറിയിട്ട് മതി. ചെല്ല് ചെല്ല്. എന്റെ അടുത്ത കളി എന്താ? ഫോണാ? നേരത്തെ ഇവിടെ വന്ന ഫോണല്ലേ ഇത്? അതല്ല സർ, നേരത്തെ ഇവിടേക്ക് ഫോൺ വന്നു. എന്നാ ആ ഫോൺ തന്നെയാ. പോടോ, ഇതില്ലാത്ത കുറെ ആൾക്കാർ പോലീസിൽ ചേരും. എനിക്ക് തലവേദന ഉണ്ടാക്കാം. ഓ, നീ ഇവിടെ ഇരിക്കും. ഓ, ഇപ്പൊ മൊബൈലിൽ നിന്ന് ഇതിരിക്കുന്ന ഫോൺ. ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കും. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തി എന്നിട്ട് എന്നെ വിളിക്കും. ഉമ്മോച്ചറ പട്ടിര മോനെ